ഞങ്ങൾ മറന്നുപോയി. സൗമ്യ വന്നു ചോദിച്ചായിരുന്നു. അവള് എന്തോ ക്ലിയർ അല്ലാത്ത മാർക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട്. സംഭവം ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഉണ്ണിമുഖത്ത് അഭിനയിച്ച സിനിമ ഏതെന്നാണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരുപാട് കേട്ടോ. ഓളിമീൻ എന്തോണി ആദം ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് മീ സാറാവണി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. യുടെ പുസ്തകം മോഹൻലാൽ മൂവി. മുൻപി എന്തോ ആൻസർ വന്നിട്ടുണ്ട്. എസ്ര ആണോ? സൗമ്യ തിരക്കാരോ പറഞ്ഞോട്. സ്ക്രീമറാണ് തിരക്കിയ. സ്ക്രീമർ. സൗമ്യനെ ഏതോ ഒരു ലൈവില് കണ്ടു, പെട്ടെന്ന് കണ്ടു, സംസാരിച്ചു, പിന്നെ ഒരു ലൈവിലും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിൻ ചെയ്യാൻ കേട്ടോ, ഒരു മിനിറ്റ്. ഇതിന്റെ ആൻസർ ഒളിമീൻ എന്തോണി ആദം. ഓക്കെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പിൻ ചെയ്യും. ഞാൻ അതൊന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ പിൻ ചെയ്യണോ? ആന്റണി ആദം മാത്രമേ പറഞ്ഞുള്ളൂ. ഒളിമ്പ്യൻ എന്നുള്ളത് ആദ്യം വന്നത് അയാനാണ്. അതാണ് ആന്റണി ആദം മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ല, മുമ്പേ വായിച്ചോ. ആദ്യം കറക്റ്റ് ആന്റണി ആദം എന്നുള്ളത് ഷാജിൻ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒളിമ്പ്യൻ ആദ്യം ഇട്ട് പിന്നെ ആന്റണി ആദം ഇട്ടാൽ ഇടയ്ക്ക് പപ്പിയുടെ എക്സ്ട്രാ വന്ന് കയറിയോണ്ടാണ് അത് ബ്ലോക്ക് ആയത്. ഞാനല്ലേ പറഞ്ഞു സാറാവണി. അതെ, ഷാജിൻ ബ്രോ ഇട്ടത് ഒളിമ്പ്യനാണ്. അടുത്ത ആന്റണി ആദം എന്ന് ടൈപ്പ് ചെയ്ത മുമ്പായിട്ട് പപ്പി, അതായത് നമ്മൾ റിയാന്റെ ഇടയ്ക്ക് എക്സ്ട്രാ കൊണ്ട് ഇട്ടോണ്ട് രണ്ട് ആൻസർ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അയാനെ മാർക്കോന്ന് വന്നിട്ടോണ്ട് ഞാൻ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തേണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടോണ്ട് ഇറ്റ്സ് മീ ആരാ നല്ല അവർക്കോ ഇരിക്കും നല്ല ഓപ്ഷൻ. ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നല്ലോ. ഇതുപോലെ ലോങ് സിനിമ പേരാണെന്നുണ്ടെങ്കിൽ കാണിച്ചാണ് കേട്ടോ ഷിജി ബ്രോ. ഒളിമ്പ്യൻ അന്തോണി ആദല്ലോ. OAC എന്ന് കവിത അറിയേ അല്ലെ? അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് വായിക്ക്. ഒളിമ്പ്യൻ അന്തോണി ആദം OAA എന്ന് കവിത ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പയ്യെ അവ പറയാലോ. ഒന്നുമില്ല, ഞാൻ ആദ്യം അത് ഷോർട്ട് ഫോം ആക്കിട്ടെന്ന് പറയാലോ. സോ ബുദ്ധി ചിന്തിക്കും. ആദ്യം പറയുന്നത് മാത്രമാണ് ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കും കേട്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആൻസർ ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പിൻ ചെയ്ത് വായിക്കാവോ? താഴുകൊണ്ട് കണ്ണൻ ബോക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പു ഗെയിമിസ്റ്റ് ഒന്ന് കൈ കൊണ്ടെന്നുള്ള ഒരു ആൻസർ കൊണ്ട് പൂട്ടുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ആൻസർ കണ്ണൻ എന്നെ അമ്മോ കണ്ണൻ ബോക്സ് ആൻസർ ആണ് പൂട്ട്, അതായത് താഴ്. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. ഉണ്ടോ ക്വസ്റ്റ്യൻ? ഉണ്ടോ? ഇല്ല. ഇന്ന് പറയുന്ന മൊത്തം വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. നോ കറക്റ്റ് അല്ല. എന്തോന്നടേ നീ എന്നെ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇന്ത്യ ക്വസ്റ്റ്യൻ. എന്റെ അമ്മോന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, കറക്റ്റ് പറഞ്ഞിട്ടില്ല. ശേഷം രണ്ട് ആൻസർ പറഞ്ഞത്, ഒന്ന് അശ്വിൻ പറഞ്ഞത് മരിച്ചത് കൊണ്ടെന്നും അസ്ന പറഞ്ഞത് കീ കൊണ്ട് താക്കോലുണ്ടെന്നും പറഞ്ഞത്. ഇത് കറക്റ്റ് ആണെങ്കിൽ അപ്പോസ് ഗെയിമിംഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺഫേം. അത് തെറ്റാണോ റോങ് ആണോ ശരിയാണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട്? അവധിയായതുകൊണ്ട്. മരിച്ചതുകൊണ്ടാണെന്നുള്ളത് ഒരു ആൻസർ ഓൾറെഡി നമ്മുടെ ഞാൻ പറഞ്ഞ കണ്ണൻ വന്നു എന്നെല്ലാം പറയുന്നതാണ്, എല്ലാം പറയുമെന്നാണ്. അവധി ആയത് കൊണ്ടെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ അത് കറക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചൊറിയുന്നു, എന്ത് പുല്ല് കൊതുകൊക്കെ അടിക്കുന്നു. ഇത്ര നാൾ കൊതു ഇല്ലായിരുന്നു. റോങ് അവധി ആയതുകൊണ്ട് നല്ല റോങ് ആണ്. അയാനൊക്കെ പോയി, അയാന് ഹബീബും ഒക്കെ പോയി. സാറിന് ഇവരൊക്കെ ആൻസറും പറഞ്ഞോണ്ട് വരുന്നായിരുന്നല്ലേ. എന്തോ ഡാൻസ്